കേരളത്തിൽ ഈ ലഹരി വിൽപ്പന ആളുകളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിയത് സിനിമകളിലൂടെയാണ്. ഉം. കാരണം നമ്മൾ പല സിനിമകളും പേര് പറയുന്നില്ല ഞാൻ. കാരണം കഞ്ചാവ് ഈ പറയുന്നത് പോലെ ഗവൺമെന്റ് ലീഗലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യണം എന്നുള്ള തരത്തിലൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം തിരുത്തുകയും ചെയ്ത് എല്ലാവരും ഇത് വലിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ സിനിമയുടെയും തുടക്കത്തിൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറഞ്ഞിട്ടൊരു പരസ്യം തരും ഇല്ലേ? ആ പരസ്യം ഒന്ന് കണ്ണു തുറന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുത്തരും സിഗരറ്റ് വലിക്കൂല. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ വളരെ ഹിറ്റായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ത്രിസഭ വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച ഇനിഷ്യേറ്റീവ് എന്ന് തന്നെ പറയാവുന്ന ഓപ്പറേഷൻ തൂഫാനെ പറ്റിയിട്ട് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. എന്താണ് ജസ്മിക്ക് ഓപ്പറേഷൻ തൂഫാനെ പറ്റിയിട്ട് തോന്നുന്നത്? ഓപ്പറേഷൻ തൂഫാൻ എനിക്ക് തോന്നുന്നു പുതിയ സർക്കാർ വന്നിട്ട് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ആദ്യമായിട്ട് ചെയ്തൊരു കാര്യമാണ്. അത് വളരെ നല്ല പ്രവർത്തനം തന്നെയാണത്. ഈ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, കടത്തുകൾ, അതുകൊണ്ടുണ്ടാകുന്ന പരിണിത ഫലങ്ങളെല്ലാം നമ്മൾ ഡെയിലി വാർത്തകളിലൂടെ കാണുന്നതാണ്. അപ്പോൾ ഇതിനൊരു തടയിടാന്നുള്ളത് ഇവിടുത്തെ സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ഇവിടുത്തെ ഹയർ അതോറിറ്റീസിൻ്റെയും ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ അതിന് ഇവരെടുത്ത് ഈ ഒരു മുന്നേറ്റം വളരെ നല്ല രീതിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ പലരും പറയുന്ന രീതിയിൽ ഇത് ആദ്യമായിട്ട് അല്ലെങ്കിൽ സർക്കാർ കൊണ്ടുവരുന്ന ആദ്യത്തെ ഒരു പദ്ധതിയോ അല്ലെങ്കിൽ ഇതിനു മുമ്പത്തെ സർക്കാർ ഇതുപോലെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി അതേപടി സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ല, അതിന് മുന്നത്തെ സർക്കാർ ചെയ്തിട്ടില്ല എന്നൊന്നും ആരും പറയുന്നില്ല. മുന്നത്തെ സർക്കാരിന് 2 പദ്ധതികളുണ്ടായിരുന്നു. അതായത് യോദ്ധാവ് ഉണ്ടായിരുന്നു, വിമുക്തി ഉണ്ടായിരുന്നു. യോദ്ധാവ് എന്ന് പറയുന്നത് പൊതുവെ ജനപങ്കാളിത്തത്തോടു കൂടി നടത്തിയിട്ടുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, അതായത് ക്യാമ്പയിനുകൾ, ഇൻഫർമേഷൻസ് കൊടുക്കൽ, അങ്ങനെയുള്ള പരിപാടികളും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നേരെ തിരിച്ച് തൂഫാനിലേക്ക് വരുന്ന സമയത്ത് തൂഫാൻ അടിച്ച് നിരപ്പാക്കുന്ന രീതിയിലുള്ളൊരു പരിപാടിയാണ് അത്. കാരണം ഓപ്പറേഷൻ തൂഫാനാണെന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ ആളുകളിലേക്ക് പേടി ഉണ്ടാക്കുന്ന രീതിയിൽ ആ തൂഫാനെ ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവര് കോൺഗ്രസ് ഇപ്പൊ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തൂഫാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ്ങിലേക്ക് തന്നെ അവർ കടന്നിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം ബ്രാൻഡിങ്ങിലേക്ക് കടക്കുമ്പോൾ തന്നെ അത് ഈ ലഹരി ഉപയോഗിക്കുന്നവർക്കും വിൽപ്പന നടത്തുന്നവർക്കും ഒരു പേടി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് തൂഫാൻ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു സംഭവം ബ്രാൻഡിങ് ആക്കി മാറ്റുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം മുമ്പുണ്ടായിരുന്നു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ലഹരിക്കെതിരെ ഉണ്ടല്ലോ. മുമ്പ് മോഹൻലാലിൻ്റെ സിനിമ വന്നിട്ടുണ്ടായിരുന്നു ലഹരിക്കെതിരെ ഉള്ള സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമ. അതെന്താ ബോധവൽക്കരണമാണ് ആ സിനിമ നടത്തുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ആ സിനിമ കണ്ട് ഓരോ തവണ സിനിമ കാണുമ്പോഴും 2 അടിക്കാൻ തോന്നാത്ത മനുഷ്യരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഓരോ തവണ കാണുമ്പോഴും അതിൻ്റെ ഒരു മദ്യപിക്കുന്ന സ്റ്റൈലും ഇതൊക്കെ കണ്ടിട്ട് നമുക്കും അതുപോലെ കഴിക്കണം എന്ന് തോന്നിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു മാർഗങ്ങളുണ്ട്. അതായത് വിരുദ്ധ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണം, ഇതൊക്കെ നടത്തുമ്പോഴും ഇത്തരത്തിലുള്ള ആളുകളെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം, അത് ഈ രമേശ് ചെന്നിത്തല പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്തും ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിനും ഒരു സമരവും പ്രചരണവും ഒക്കെ മാധ്യമങ്ങളുടെ സപ്പോർട്ട് കൂടി നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് ലഹരി. ഒരു കാര്യം ഇൻറ്ററപ്റ്റ് ചെയ്യുന്നില്ല, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ മാധ്യമങ്ങളുടെ ഒരു കാര്യം ഇതിൽ എടുത്ത് പറയണം. അതായത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഇടതുപക്ഷത്തോട് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ മാധ്യമങ്ങൾ തടയുന്ന ഒരു രീതി കണ്ടുവന്നിട്ടുണ്ട്. ഒരു വിരുദ്ധതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് വന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളായിക്കോട്ടെ, മറ്റ് പദ്ധതികളായിക്കോട്ടെ, ഇതിനെല്ലാം ഇന്ന് തൂഫാന് കിട്ടുന്ന ഒരു മീഡിയ അറ്റൻഷൻ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡിങ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പലരിലേക്കും അധികം അങ്ങോട്ട് എത്തിയിട്ടില്ല. ഇപ്പോൾ ദിനം പ്രതി 1000 അല്ലെങ്കിൽ 100 കണക്കിന് കേസുകൾ അന്നത്തെ കാലത്തും ഇത് ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ അന്ന് ഇത്ര മീഡിയ അറ്റൻഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. നേരത്തെ പറഞ്ഞാൽ ബ്രാൻഡിങ് കിട്ടിയിട്ടില്ല. അല്ല, യോദ്ധാവിന് ബ്രാൻഡിങ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അത് മീഡിയനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
കാരണം നേരത്തെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, ഇപ്പോൾ വെഞ്ഞാറമൂട് കൊലക്കേസ്, അതുപോലെ നിരവധി ബലാത്സംഗ കേസുകൾ, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എടുക്കുന്ന സമയത്ത് അത് ലഹരി ഉപയോഗിച്ച് 4-5 ചെറുപ്പക്കാർ ചേർന്ന് ലഹരി ഉപയോഗിച്ച് മതമതരായിട്ട് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു. എത്ര കേസുകളാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്രയും ലിസ്റ്റ് എടുത്തു വെച്ചത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അമ്മാതിരി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അമ്മയെ കൊല്ലുന്ന മകൻ, ഇതെല്ലാം ലഹരിയുടെ മുകളിലുണ്ടാകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ യോദ്ധാവിൻ്റെ അന്നത്തെ ഒരു രീതിക്ക് ഒരു വ്യത്യാസം ഇന്ന് വന്നിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം അന്ന് കേസുകൾ ഉണ്ടാകുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോലീസിൻ്റെ അല്ലെങ്കിൽ ഇതുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനം ഇങ്ങനെ നടക്കുന്നതിലൂടെ കേസുകൾ കുറയുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ലഹരി കേസുകൾ കൂടുന്നുണ്ട്. ഒരു ദിവസം 100-150 കേസുകൾ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ സമയത്തും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നർക്കോട്ടിക്സ് കേസുകൾ 70-75 കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ദിവസങ്ങളുണ്ട്. പക്ഷേ ഒരു 100-150 കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ചെന്നിത്തലയുടെ ഒരു നിലപാട് ഭയങ്കര സംഭവമാണ്. ഇത് ജയിൽ എന്ന് പറഞ്ഞാലും പുതിയ ജയിൽ പണിതാലും ഇത്തരം ആളുകളെ മുഴുവൻ പിടിച്ച് അകത്തിടുമെന്ന് പറയുന്ന ഒരു ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആഭ്യന്തരമന്ത്രിയാണ് ഇപ്പോൾ ചെന്നിത്തലയിൽ നമ്മൾ കാണുന്നത്. അത് തൂഫാൻ ഏറ്റവും നല്ല ഒരു ഉദാഹരണം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കിയത്. കാരണം ഒരു കുട്ടികളിലേക്ക് ഇനിയിപ്പോൾ സ്കൂളുകളിലേക്ക് കുട്ടികളുടെ ബോധവൽക്കരണവും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പദ്ധതിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഇത് ഈ ഒരു കുറേ പേരെ പിടിച്ച് അകത്തിട്ടത് കൊണ്ട് മാത്രം ഈ ഒരു വിഷയം ഇവിടെ അവസാനിക്കും. ആ പോയിന്റാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് കൃത്യമായി ലോകമെമ്പാടും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ പറയുന്ന ഡ്രഗ് യൂസേജ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ നാടുകളിലും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്തും ഇതിനെ പൂർണ്ണമായും ഒരു സർക്കാരിനോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനും ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ആയാലും ഇൻ്റർനാഷണലി നോക്കിയാലും സമൂഹത്തിൽ ആളുകൾ അല്ലെങ്കിൽ പുതിയ തലമുറ എന്ന് പറയാവുന്നവർ സന്തോഷവാന്മാരല്ല എന്നുള്ളതാണ് പഠനങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഡ്രഗ് യൂസേജുകൾ ഏറ്റവും അധികം കൂടുന്നത് എന്നൊരു പഠനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും ഇൻ്റർനാഷണലി തന്നെ ഇതിൽ ആളുകൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അതിന് ഈ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ കേസുകൾ രജിസ്റ്റർ ആവുന്നുണ്ട്. പക്ഷേ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ മാത്രമാണ് ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾക്ക് പ്രശ്നങ്ങളുള്ളത്. പക്ഷേ കേരളത്തിന് പുറത്തേക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇത് റോഡ് സൈഡിലിട്ട് വിൽക്കുന്ന ഒരു വസ്തു മാത്രമാണ്. അപ്പോൾ അവിടുന്ന് കേരളത്തിലേക്ക് ട്രാവൽ ചെയ്ത് വരുന്ന ആളുകളുടെ ബാഗുകളിൽ ഇത് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഇങ്ങനെ ഒരു ബാൻ വന്ന് ഇത് മുഴുവൻ ഇല്ലാതാക്കിയാൽ മാത്രമാണ് കേരളത്തിലേക്ക് ഇത്തരം സാധനങ്ങൾ വരാതിരിക്കാൻ ഒരു വഴിയുള്ളൂ. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, ഈ പറഞ്ഞ പോലെ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്ന പലരും അവരവിടെ സ്ട്രീറ്റുകളിലൊക്കെ മുറുക്കി തുപ്പിയതിൻ്റെ വിഷ്വൽസൊക്കെ നമ്മൾ പല ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ പലതിലും വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോർ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്ത് ഇത് ഒട്ടേറെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ ഈ ലഹരി വിൽപ്പന മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയം തന്നെയാണ്. ലഹരി വിൽപ്പനയും ലഹരി വ്യാപനവും ലഹരി ഉപയോഗിക്കാനുള്ള ടെൻഡൻസിയും ആളുകളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിയത് സിനിമകളിലൂടെയാണ്. കാരണം നമ്മൾ പല സിനിമകളും പേര് പറയുന്നില്ല, ഞാനിപ്പോൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ വിവാദത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള പേരുകളുണ്ട് ആ സിനിമകളുടെ. കാരണം ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്നതും ഇതൊക്കെ വലിയ സംഭവങ്ങളായിട്ട് കാണിച്ചിട്ടുള്ള മലയാളത്തിലെ സിനിമകളുണ്ട്. ലഹരിക്ക് എതിരെ പറയുന്ന വലിയ സിനിമകളെന്ന് പറയുന്ന സിനിമകൾ പോലും, ഇപ്പോൾ വിജയുടെ സിനിമകൾ പോലെ വരുന്ന സിനിമകൾ പോലും അവരുപയോഗിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് അവരുപയോഗിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള മെത്തേഡ്, സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതികൾ, ഇതൊക്കെ ചെറുപ്പക്കാരിലേക്ക് ഭയങ്കരമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അത്തരം സിനിമകൾ ബോധവൽക്കരണം എന്ന് പറഞ്ഞു വരുന്ന അത്തരം സിനിമകൾക്ക് പോലും വളരെ കൃത്യമായിട്ടുള്ള ആളുകളെ അട്രാക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ളൊരു നിയന്ത്രണം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഈ എല്ലാ സിനിമയുടെയും തുടക്കത്തിൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നും പറഞ്ഞിട്ടൊരു പരസ്യം വരും ഇല്ലേ? ആ പരസ്യം ഒന്ന് കണ്ണു തുറന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുത്തരും സിഗരറ്റ് വലിക്കില്ല. സ്വാഭാവികമായിട്ടും അതൊക്കെ ഒന്ന് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള വിഷ്വൽസും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇതിനെ ഈ ലഹരി ഉപയോഗം ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് പ്രചരിപ്പിക്കുന്നൊരു സംവിധാനമുണ്ട് ഇവിടെ. അതും കൂടെ നിയന്ത്രിക്കപ്പെടണം. അതായത് ഈ തൂഫാൻ്റെ ഓടൊപ്പം തന്നെ
ആളുകളെ ബോധവൽക്കരിക്കുന്ന വേറൊരു രീതി കൂടെ അത് വിമുക്തി പണ്ട് ചെയ്തിട്ടുണ്ട്. വിമുക്തിയിലും യോദ്ധാവിൻ്റെയൊക്കെ ഒരു പാത അതൊന്നും ഒഴിവാക്കണം എന്നല്ല, അതും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ തൂഫാൻ ഒരു വൻ വിജയമായിരിക്കും എന്ന് ഇപ്പം തന്നെ വിജയമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിജയമൊക്കെ തന്നെയാണ്. ഞാൻ അതിനകത്ത് പറയുന്ന കൺസേൺ ഇത്രയേ ഉള്ളൂ. നേരത്തെ ജസ്മി പറഞ്ഞ പോലെ കഴിഞ്ഞ സർക്കാർ എവിടെ നിർത്തി എന്നുള്ളതിനെ പറ്റിയിട്ട് എവിടെയും ഒന്നും ആരും സംസാരിക്കുന്നില്ല. അതായത് കഴിഞ്ഞ സർക്കാർ ഏകദേശം 6 ലക്ഷത്തോളം കേസുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾ പബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ പൊതുജനങ്ങൾ അറിയുന്നോ ഇല്ല എന്നുള്ളത് ഒരു കൺസേൺ ആണ്. ഇപ്പോൾ അതായത് ഇപ്പോൾ നറേറ്റീവ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ ചെന്നിത്തലയാണ് ഇത് പൂർണ്ണമായും ഇങ്ങനെ ഒരു സംഗതി ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ളൊരു പ്രചാരണം നടക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും ശരിയല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ LDF ഗവൺമെന്റ് ഇരുന്ന സമയത്ത് ലഹരിയെ പ്രോത്സാഹിപ്പിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ ഒരു വാദമൊന്നും നമുക്കില്ല. ലഹരിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികളും പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും തൂഫാനെ പോലൊരു ബ്രാൻഡ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ചെന്നിത്തലയുടെ മിടുക്ക് തന്നെയാണെന്നാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. ഈ മന്ത്രിസഭയിൽ ഏറ്റവും കയ്യടി കൊടുക്കേണ്ട ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു മന്ത്രി ചെന്നിത്തല മാത്രമേ ഉള്ളൂ എന്ന് പോലും പറയേണ്ടി വരും. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസത്തെ വളരെ കൃത്യമായിട്ട് വളരെ ഒരു വാക്ക് ഉപയോഗിക്കുന്ന വാക്കുകളും അതായത് ഒരു തരത്തിലും അതാണ് ഒരു അനുഭവ പരിചയം, അനുഭവ സമ്പത്ത് എന്നൊക്കെ പറയുന്നത്. ചെന്നിത്തലയുടെ 28 വയസ്സ് തൊട്ടിട്ടുള്ള അല്ലെങ്കിൽ 26ാമത്തെ വയസ്സിലെങ്ങാണ്ട് MLA ആ തുടക്കം മുതലേ മന്ത്രിയായിട്ട് ഇത്രയും കാലത്ത് ഒരു പ്രവർത്തന പരിചയത്തിൽ അദ്ദേഹത്തിന് അറിയാവുന്ന MP ആയിരുന്നു. അപ്പോൾ അത്രയും ഒരു പ്രവർത്തന പരിചയമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ ഒരു സമയത്ത് എവിടെയാണ് ആക്ഷൻ എടുക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്ത ഒരു മന്ത്രി, കോൺഗ്രസ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി, ഏക മന്ത്രി എന്ന് തന്നെ വേണമെങ്കിൽ ചെന്നിത്തല തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. നേരത്തെ ബോധവൽക്കരണത്തിൻ്റെ കാര്യം പറഞ്ഞു, സിനിമകളിൽ നിന്ന് ഇൻസ്പയർഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്ന സമയത്ത് പിയർ ഗ്രൂപ്പുകളിൽ ഉണ്ടാകുന്ന ഡിസ്കഷനിൽ, അതായത് ഇപ്പോൾ സ്കൂൾ തലത്തിലും ക്യാമ്പസ് തലത്തിലൊക്കെ ബോധവൽക്കരണം നടത്തുന്ന സമയത്ത് ഇതൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കും, ഇത് എന്താണെന്ന് അറിയാനുള്ള. അപ്പോൾ ബോധവൽക്കരണം കൊടുക്കുന്നതും ഒരു പരിധിവരെ അതുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സിനിമകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഇത് വരുന്നുണ്ടെങ്കിൽ ബോധവൽക്കരണത്തിൻ്റെ കാര്യത്തിലും അത്തരത്തിലൊരു ലിമിറ്റേഷൻസ് വരണം. ബോധവൽക്കരണം ഈ പറഞ്ഞ മാതിരി ഇത് അറിയാത്ത ആളുകളിലേക്ക് പോയി ലഹരി ഉണ്ട്, ഇങ്ങനൊരു സാധനം ഉണ്ട്, അത് പിടിച്ചാൽ നിങ്ങൾ മത്തരായി മറ്റേതാവും ഇതാകും എന്ന് പറയുന്ന അറിയാത്ത ആളുകളിലേക്ക് പോയി പറയുന്നതും ഒരു പരിധിവരെ അത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് സൈക്കോളജിക്കലി അത് എങ്ങനെ മാനേജ് ചെയ്യണോ എന്നുള്ളതും തീരുമാനിക്കേണ്ട ഒരു കേസ് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്പിരിറ്റ് കണ്ടിട്ട് വെള്ളമടിക്കാൻ തോന്നാത്തവരാരും ഇല്ല എന്നുള്ളൊരു ഈ സൈക്കോളജിക്കൽ കറക്ഷൻ എന്ന് പറഞ്ഞെടുത്താണ്. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവാദമുണ്ടായ ഒരു ഇന്റർവ്യൂ, ബിജു പ്രഭാകറിന്റെ ഒരു ഇന്റർവ്യൂ നടന്നിരുന്നു ഒരു സ്വകാര്യ ചാനലിൽ. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ വിവാദമായിട്ടുണ്ടായിരുന്നു. അതായത് കഞ്ചാവ് ഈ പറയുന്നത് പോലെ ഗവൺമെന്റ് ലീഗലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യണം എന്നുള്ള തരത്തിലൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തിരുത്തുകയും ചെയ്ത് എല്ലാവരും ഇത് വലിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതായത് പുറം രാജ്യങ്ങളിൽ പലയിടത്തും ഈ പറയുന്ന കാനബീസ് എന്ന് പറയുന്ന സംഗതി ലീഗലായി സർക്കാരിൻ്റെ നിഷ്കർഷതയോടെ കൊടുക്കുന്നുണ്ട്. അതായത് ബിവറേജ് പോലെ ഇവിടെ ബിവറേജ് എങ്ങനെയാണോ അതുപോലെ അവരവിടെ വിൽക്കുന്നുണ്ട്. അങ്ങനെ പുറം രാജ്യങ്ങളിൽ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ല. അല്ല, പറ്റില്ല. ഞാൻ പറഞ്ഞത് അപ്പം അവരങ്ങനെ ആയിരിക്കാം ഒരു പക്ഷെ അതിൻ്റെ ഉപയോഗത്തെ കൺട്രോൾ ചെയ്തത് എന്നുള്ളതാണ്, അല്ലാണ്ട് അത് ഇവിടെ കൊടുക്കണം എന്നല്ല. അപ്പോൾ അത്തരം എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? എന്തായാലും പൂർണ്ണമായി നിർത്താൻ പറ്റില്ല എന്നുള്ളത് പല വർഷങ്ങളായിട്ട് തെളിഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ആൾക്കാർ ഇതിലേക്ക് അധികമായിട്ട് റീച്ച് ചെയ്യാതിരിക്കാൻ കൃത്യമായൊരു മോണിറ്ററിങ് സംവിധാനം ഉണ്ടാവണം. അതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്, എന്നാൽ പോലും അങ്ങനെ ഒരു സംവിധാനത്തിന് ഇത് തുടക്കം കുറിക്കുകയാണെങ്കിൽ കുറച്ചധികം വർഷങ്ങൾ കൊണ്ട് അതൊരു സക്സസ് ആയി മാറാൻ സാധ്യതയുണ്ട്. അല്ല, എന്തായാലും ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ലഹരി മാഫിയ എന്ന് പറയുന്ന ഒരു ഭീകരത ഈ ഓപ്പറേഷൻ തൂഫാനോടുകൂടി ഒന്ന് കുറയാൻ സാധ്യതയുണ്ടെന്നും ആളുകൾക്ക് കുറച്ചുകൂടെ ഒരു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം പല നഗരങ്ങളിലും സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതുമാണ് ഞാൻ പറയുന്ന ഒരു ശാശ്വത പരിഹാരം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്നത് പോലെ ആൾക്കാരെ ഭയപ്പെടുത്തുന്നതിനപ്പുറം അവർക്ക് ഇത് ഉപയോഗിക്കണ്ട എന്ന ചിന്താഗതിയിലേക്ക് എത്താനുള്ള
ഒരു പുതിയ ഇനിഷ്യേറ്റീവ് തുടങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, ഈ തൂഫാൻ മൊത്തത്തിൽ തുടച്ചു നീക്കും അല്ലെങ്കിൽ അറസ്റ്റുകൾ ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അറസ്റ്റ് ചെയ്യുമ്പോഴും ഇതിന് അഡിക്റ്റ് ആയവരെ ഒരു വിധത്തിൽ റീഹാബിലിറ്റേഷൻസിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അത്തരം സെൻറ്ററുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടി ഇവർ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ബോധവൽക്കരണം നടത്തുന്നു, അറസ്റ്റുകൾ ചെയ്യുന്നു, മൊത്തത്തിൽ തുടച്ചു നീക്കുന്നു. അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജിക്കലിയും കൂടി ഇവരെ ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വെറുതെ അറസ്റ്റ് ചെയ്ത് കുറേ കാലം ജയിലിട്ടുകൊണ്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. അത് അങ്ങനെ വെറുതെ ജയിലിലിട്ടാൽ ഈ ജയിലിൽ നിന്ന് കൂടുതൽ കോണ്ടാക്ട്സ് ഉണ്ടാക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ല, എന്തായാലും ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും വേണ്ടപ്പെട്ട ആളുകൾ ചർച്ച ചെയ്യാതിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും തൂഫാനിൽ ജനങ്ങളും കൂടെ പങ്കാളികളായിട്ട് ഈ കേരള പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് മാത്രം എനിക്ക് ആശംസിക്കാനുണ്ട്.